ഹേ എവരിവൺ. ഇത് കാണുമ്പോൾ അറിയാം നമ്മൾ ഇന്ന് നോക്കുന്നത് ഒ ഇ ടിയുടെ ഫാർമസിയുടെ ഒരു ലെറ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ലെറ്ററിൻ്റെ റെലവൻറ്റ് പോയിൻറ്റ്സ് മാത്രമേ നോക്കുന്നുള്ളൂ. ആൻഡ് ഓർഗനൈസേഷൻ, എങ്ങനെ ഈ ലെറ്റർ ഓർഗനൈസ് ചെയ്യാം എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, സോ വെൽക്കം ടു ദ വീഡിയോ. മൈസെൽഫ് സംഗീത, എൻ്റെ പേര് സംഗീത. ആൻഡ് ഇതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം ആൻഡ് റൈറ്റിംഗ് സബ് ടെസ്റ്റ് ഫോർ ഫാർമസിക്കുള്ള സബ് ടെസ്റ്റാണ്. ആൻഡ് നമുക്ക് ഒ ഇ ടിയുടെ ലെറ്ററിന് ടോട്ടൽ 45 minutes ആണ് നമുക്ക് തരുന്നത്. അതിൻ്റെ അകത്ത് റീഡിംഗ് ടൈം ഫോർ 5 minutes ആൻഡ് റൈറ്റിംഗ് ടൈം ഫോർ 40 minutes. 40 മിനിറ്റിൽ നിങ്ങൾക്ക് എഴുതാനും 5 മിനിറ്റ് നിങ്ങൾക്ക് ഈ ലെറ്റർ, അതായത് ഈ കേസ് നോട്ട് വായിച്ച് മനസ്സിലാക്കാനുള്ള ടൈമാണുള്ളത്. ആൻഡ് അപ്പോൾ നമുക്ക് ഈ ലെറ്റർ റൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആൻസർ 3 അല്ലെങ്കിൽ 4 പാരഗ്രാഫൊക്കെ ആയിട്ടാണ് എല്ലാവരും എഴുതുന്നത് അല്ലേ. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ആൻഡ് മെയിൻ കണ്ടൻറ്റിൽ ബോഡി പാരഗ്രാഫ്, 2 ബോഡി പാരഗ്രാഫ് ആൻഡ് ഡിസ്ചാർജ് ഡീറ്റെയിൽ എഴുതുന്ന ലാസ്റ്റ് പാരഗ്രാഫ്, കൺക്ലൂഷൻ പാരഗ്രാഫും ഉണ്ടാകും. സോ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതുമ്പോഴത്തേക്കും എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, എന്തിനാണ് ലെറ്റർ എഴുതുന്നത്, ലെറ്ററിൻ്റെ അതായത് എന്താണ് പർപ്പസ് വേണം, പേഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അതായത് കറൻറ്റ് സ്റ്റേറ്റസ് വേണം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആദ്യം അത് എവിടെയാണ് കേസ് നോട്ടിൻ്റെ എവിടെയാണ് പർപ്പസ് കിടക്കുന്നതെന്ന് നോക്കുക. റൈറ്റിംഗ് ടാസ്കിലാണ് ഈ പർപ്പസ് ഒളിഞ്ഞിരിക്കുന്നത് അല്ലേ. സോ നിങ്ങൾ നേരെ റൈറ്റിംഗ് ടാസ്കിൽ പോവുക, റൈറ്റിംഗ് ടാസ്ക് വായിച്ചു നോക്കുക. ഇവിടെ യൂസിങ് ദ ഇൻഫർമേഷൻ ഇൻ ദ കേസ് നോട്ട് റൈറ്റ് എ ലെറ്റർ ടു ദ ഡോട്ടർ. നമ്മൾ പേഷ്യൻറ്റിൻ്റെ മകൾക്കാണ് ലെറ്റർ എഴുതുന്നത്. ലെറ്റർ ടു ദ ഡോട്ടർ മിസ്സസ് ഹോളിക്കർ ആൻഡ് അഡ്രസ്സ് തന്നിട്ടുണ്ട്. ഔട്ട്ലൈനിങ് ഹെർ മദർ മെഡിക്കേഷൻ റെജിം. പേഷ്യൻ്റ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന മെഡിക്കേഷനെ കുറിച്ച് മകളോട് പറയണം. ആൻഡ് എനി പൊട്ടൻഷ്യൽ അഡ്വേഴ്സ് എഫക്റ്റ് ടു ബി അവെയർ ഓഫ്. എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ അഡ്വേഴ്സ് എഫക്റ്റോ വരുമ്പോൾ അത് അറിഞ്ഞിരിക്കണം, അതിനു വേണ്ടിയും. ആൻഡ് വെൻ ടു സീക്ക് മെഡിക്കൽ അഡ്വൈസ്. എപ്പോഴാണ് മെഡിക്കൽ അഡ്വൈസ് എടുക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പർപ്പസിൽ എഴുതേണ്ടത്. ഓക്കെ, സോ ആൻഡ് പേഷ്യൻ്റ് ഇപ്പോഴത്തെ അവസ്ഥ അതിന് മുന്നേ ഒക്കെ അറിയാം. അതിൻ്റെ തൊട്ട് മുന്നേയുള്ള ലൈൻ നോക്കൂ. 8 August 2018 ഡ്യൂ ഫോർ ഡിസ്ചാർജ് ഹോം. പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യുകയാണ്. അപ്പോയിൻമെൻറ്റ് മെയ്ഡ് ഫോർ 22 August 2018 ഫോർ റിമൂവൽ ഓഫ് കാസ്റ്റ്. ലെറ്റർ ടു കെയറർ ഡോട്ടർ, സെയിം പോയിൻ്റ് തന്നെയാണ്. ആൻഡ് ഹെപ്പാരൻ ടു ബി കണ്ടിന്യൂ ഓൺലി അൺടിൽ മൊബൈൽ, അതൊരു NB ആയിട്ട് പോയിൻ്റായിട്ട് തന്നിട്ടുണ്ട്. ദ പേഷ്യൻ്റ് ഈസ് ബീങ് ഡിസ്ചാർജ് ടു ദ കെയർ ഓഫ് ഹെർ ഡോട്ടറിൻ്റെ അണ്ടറിലോട്ടാണ് നമ്മൾ ഈ പേഷ്യൻറ്റിനെ സെൻഡ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കേസ് നോട്ട് കംപ്ലീറ്റ്ലി ഒന്ന് നോക്കാം. യു ആർ എ ഫാർമസിസ്റ്റ് അറ്റ് ന്യൂടൗൺ ഹോസ്പിറ്റൽ. നിങ്ങളൊരു ഫാർമസിസ്റ്റാണ് ന്യൂടൗൺ ഹോസ്പിറ്റലിൽ. ആൻഡ് എൽഡർലി പേഷ്യൻറ്റ് who has been treated for a fractured femur is being discharged. പേഷ്യൻ്റെ ഫീമർ ഫ്രാക്ചർഡ് ആയിരുന്നു, അത് ഓൾറെഡി ട്രീറ്റ് ചെയ്തു, ഹാസ് ബീൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ആൻഡ് പേഷ്യൻ്റ് ഇപ്പോൾ ഡിസ്ചാർജ് ആയി. ഓക്കെ, യു ആർ റൈറ്റിംഗ് എ ലെറ്റർ ടു ഹെർ ഡോട്ടർ. നമ്മളിപ്പോൾ എഴുതുന്നത് ആർക്കാണ്? കെയററാണ്, അതായത് പേഷ്യൻ്റെ മകൾക്കാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്. ടു എൻഷുർ ദ മെഡിക്കേഷൻ റെജീം. ഈ മെഡിക്കേഷനെ കുറിച്ച് എൻഷുർ ചെയ്യാൻ, ഒന്ന് ബോധ്യപ്പെടുത്താനാണ് നമ്മൾ എഴുതുന്നത്. ഈസ് ഫോളോഡ് വെൻ ഷീ റിട്ടേൺ ഹോമിൽ പോകുമ്പോൾ എങ്ങനെയൊക്കെ ഈ മെഡിസിൻ എടുക്കണം, എന്തൊക്കെ മെഡിസിനാണ് എടുക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് ഒരു ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലെറ്റർ മകൾക്ക് വേണ്ടി എഴുതുന്നത്. ഓക്കെ, ആൻഡ് പിന്നെ നമുക്ക് പേഷ്യൻ്റ് ഡീറ്റെയിൽസിലോട്ട് വരുമ്പോൾ പേഷ്യൻ്റെ പേരുണ്ട്, മിസ്സസ് ആലിസ് റാംസി. മകൾക്ക് നമ്മൾ ലെറ്റർ എഴുതുന്നു. ആൻഡ് പേഷ്യൻ്റെ പേര് ഇപ്പോൾ മകളാണെങ്കിലും പേഷ്യൻ്റ് ഡോക്ടർ ആണെങ്കിലും പേഷ്യൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് 4 Jan 1929. പേഷ്യൻറ്റിൻ്റെ മകൾക്ക് എഴുതുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ എപ്പോഴും സ്ഥിരമായിട്ട് ഒ ഇ ടി ലെറ്ററിൽ കാണുന്ന റെഫറൽ, പേഷ്യൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഏജ് ഇതിവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, കാരണം പേഷ്യൻ്റെ മകൾക്കാണ് ഓൾറെഡി നമ്മൾ എഴുതുന്നത്. ആൻഡ് പേഷ്യൻ്റ് ഒരു അലർജി ഇല്ല, അതുകൊണ്ട് തന്നെ അത് നമുക്ക് ലെറ്ററിൽ എഴുതേണ്ട അലർജി. ഓക്കെ, അത് റിലവൻറ്റ് പോയിൻ്റ് ആണ്. ദെൻ ഡേറ്റ് ഓഫ് ബർത്തും നമുക്ക് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഇനി കറൻറ്റ് മെഡിക്കേഷനിലോട്ട് വരുമ്പോൾ ഓൺ
ഓൺ അഡ്മിഷൻ എന്ന് വെച്ചാൽ അഡ്മിഷൻ, പേഷ്യൻ്റ് അഡ്മിറ്റ് ആയ ആ സമയത്ത് പേഷ്യൻ്റ് ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിനാണ്. എന്തൊക്കെ? സാൻഡാക് ഉണ്ട് ആൻഡ് ലിപ്പിറ്റർ. സാൻഡാക് എന്ന് പറയുന്നത് ഫോർ GORD ആൻഡ് അതിന് വേണ്ടിയാണ്. ആൻഡ് 150 mg 2 times per day ആണ് എടുക്കേണ്ടത്. ലിപ്പിറ്റർ 20 mg മോർണിംഗിൽ ഓൺ എംപ്റ്റി സ്റ്റൊമക്കാണ്. ഓക്കെ, അറ്റോവാസ്റ്റിനാണ്. അത് ഓൺ എംപ്റ്റി സ്റ്റൊമക്കിലാണ് എടുക്കേണ്ടത്. ഓക്കെ, പേഷ്യൻ്റ് സ്റ്റെബിലൈസ്ഡ് ഓൺ മെഡിക്കേഷൻ ഫോർ സം ഇയേഴ്സ്. ഈ ഒരു മെഡിസിൻ എടുത്താണ് പേഷ്യൻ്റ് സ്റ്റെബിലൈസ്ഡ്, അത് ഓക്കെ ആയിക്കൊണ്ടിരുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് പേഷ്യൻ്റ് ഈ മെഡിസിൻ എടുക്കുന്നുണ്ട്. സോ ഈ പേഷ്യൻ്റ് മെഡിസിൻ ഈ മെഡിസിനാണ് പേഷ്യൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഓൾറെഡി ഇത് ഡോക്ടറിന് അറിയായിരിക്കും, മകൾക്ക് അറിയായിരിക്കും. ഓക്കെ, എന്നിരുന്നാലും നമുക്കിത് ലെറ്ററിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. ഓക്കെ, ദെൻ ഓരോ പോയിൻറ്റും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. പക്ഷേ OET ഒരു ഫാർമസിസ്റ്റ്, ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു OET എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. എങ്ങനെയാണ് ഒരു ലെറ്റർ എഴുതാൻ നേരത്തെ കേസ് നോട്ടിൽ നിന്ന് റെലവൻറ്റ് പോയിൻറ്റ്സ് സെലക്ട് ചെയ്യുന്നതും ഈ റെലവൻറ്റ് പോയിൻറ്റ്സ് എന്തിനാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ വെറുതെ ഒരു പോയിൻറ്റ്സ് ഒരിക്കലും കേസ് നോട്ടിൽ നിന്ന് സെലക്ട് ചെയ്യരുത്. റീഡർക്ക് ആ പോയിൻറ്റ്സ് എത്ര റിലവൻ്റ് ആണ്, അല്ലെങ്കിൽ ആ പോയിൻ്റ് കൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇനി അടുത്തത് വരുമ്പോൾ ഇവിടെ ഓൺ ഡിസ്ചാർജ് ആണ് തരുന്നത് അല്ലേ. ഓൺ ഡിസ്ചാർജിൽ സാൻഡാക് ഉണ്ട്. ദെൻ ലിപ്പിറ്റർ സെയിം മെഡിസിൻ അല്ലേ. സാൻഡാക്, ലിപ്പിറ്റർ അത് ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുന്നതാണ് പേഷ്യൻ്റ്, സെയിം ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ പുതിയതായിട്ട് വന്ന മെഡിസിൻ എന്തൊക്കെയാണ്? ഡെൽറ്റാപ്രിൻ, കണ്ടിന്യൂഡ് അൺടിൽ മൊബൈൽ, അതായത് ഫ്രാഗ്മിൻ നമുക്കറിയാം ഒരു ആൻറ്റി കോയഗുലൻ്റ് ആണ്. പേഷ്യൻ്റ് ഫ്രാക്ചേർഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇമ്മൊബൈൽ അല്ലേ, മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടും ക്ലോട്ടിങ്ങിന് ചാൻസ് ഉള്ളതുകൊണ്ടും റിസ്ക് ആയതുകൊണ്ട് തന്നെ ഫ്രാഗ്മിൻ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു ലോ മോളിക്കുലർ വെയ്റ്റ് ഹെപ്പാരിൻ ആണ്, അത് ആൻറ്റി കോയഗുലൻ്റ് ആണ്. പേഷ്യൻ്റ് അഡ്വൈസ് സബ്ക്യൂട്ടേനിയസ് അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സ് ആണ് വേണ്ടത്, അതായത് സബ്ക്യൂട്ടേനിയസ്ലി ആണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടത്. കണ്ടിന്യൂ അൺടിൽ മൊബൈൽ എന്ന് വെച്ചാൽ പേഷ്യൻ്റ് എപ്പോൾ മൂവ് ചെയ്യാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ നടക്കാൻ തുടങ്ങുന്നു അന്ന് വരെ ഇത് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ആൻഡ് പെനഡിൻ ഫോർട്ട് പേഷ്യൻ്റ് അത് ഒരു കാര്യം വിട്ടു. പേഷ്യൻ്റ് അഡ്വൈസ്ഡ് സബ്ക്യൂട്ടേനിയസ് അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ പേഷ്യൻ്റ് ഓൾറെഡി അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞു ഇത് സബ്ക്യൂട്ടേനിയസ്ലി എടുക്കേണ്ട മെഡിസിൻ ആണ് എന്ന്. ദാറ്റ് മീൻസ് പേഷ്യൻറ്റിന് അറിയാം ഈ മെഡിസിനെ കുറിച്ച്. ഓക്കെ, ഓൾറെഡി അവർ ഡോക്ടർ അഡ്വൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ്. മനസ്സിലായോ? ദെൻ പിന്നെയുള്ള മെഡിസിൻ പാനഡിൻ ഫോർട്ട്, ദാറ്റ് മീൻസ് പാരസിറ്റാമോൾ, കൊഡീൻ കൂടിയുള്ളതാണ്. ഫോർ പെയിൻ റിലീഫിനാണ്, പെയിനുള്ളതാണ്. ഓഫ് കോഴ്സ് പെയിൻ കാണുമല്ലോ ഫ്രാക്ചർ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന്. ആൻഡ് വെൻ എവർ നെസസറി, അത് പെയിൻ ഉള്ളപ്പോൾ കഴിച്ചാൽ മതി. 500 mg ആണ്, 4 times ആണ്. ഓക്കെ, 4 ടാബ്ലറ്റ് 4 times ആണ് അവർലി നെസസറി ആണെങ്കിൽ. ദെൻ പിന്നെയുള്ളത് ഡ്യൂറോലാക്സ് ആണ്, ടു പ്രിവെൻറ്റ് കോൺസ്റ്റിപ്പേഷൻ 10 mg അറ്റ് നൈറ്റ് ടൈമിൽ 10 mg ഉള്ള ടാബ്ലറ്റ് ഡ്യൂറോലാക്സ് കഴിക്കാം. ആൻഡ് മാക്സലോൺ, അത് നോസിയ ആണ്, വിത്ത് കൊഡീൻ, പെയിൻ മെഡിസിൻ കൊഡീനും കൂടി ചേർന്നിട്ടുള്ളതാണ്. ഫോർ നോസിയ ആണ്, അതും 10 mg ആണ്, അതും വെൻ എവർ നെസസറി ആണ്. ഓക്കെ, അതായത് ആവശ്യമുള്ളപ്പോൾ മാത്രം കഴിക്കാം. ഇത്രയും മെഡിസിനാണ് ഡിസ്ചാർജിൻ്റെ ടൈമിൽ പേഷ്യൻ്റ് ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ ഇനി ഓരോ ഡ്രഗിനെയും കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് പേഷ്യൻറ്റിൻ്റെ ഡോക്ടറിനോട്, അതായത് പേഷ്യൻ്റെ മകളോട് ഓരോ ഡ്രഗിനെ കുറിച്ച് നമുക്ക് പറയണം അല്ലേ, ടു എൻഷുർ എന്നാണ്. അതായത് അവർക്ക് ഓരോ ഡ്രഗിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നും സൈഡ് എഫക്റ്റ് എന്താണെന്നും പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ പേഷ്യൻറ്റ് കറക്റ്റായിട്ട് ഡ്രഗ് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് അല്ലെങ്കിൽ കെയർക്ക് അല്ലെങ്കിൽ ഈ മകൾക്ക് കറക്റ്റായിട്ട് മെഡിസിൻ കൊടുക്കാനും പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ഡ്രഗ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് റാനിറ്റിഡിൻ്റെ സൈഡ് എഫക്റ്റ് തന്നിട്ടുണ്ട്. ഹെഡേക്ക്, GI അപ്സെറ്റ്, റാഷ്, സീനസ് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്. ദെൻ അറ്റോവാസ്റ്റിൻ വരുമ്പോൾ സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ്? ആൻഡ് റാബ്ഡോമയോലൈസിസ്, മയോപതി, മയാൾജിയ, GI അപ്സെറ്റ് ഉണ്ട്, ഹെഡേക്ക്, റാഷ്. ഇതിൻ്റെ പെർസെൻറ്റേജ് കണക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഹെപ്പാരിൻ വരുമ്പോൾ ഹെമറേജ്, ഈസി ബ്രൂയിസിങ്, നോസിയ, വോമിറ്റിംഗ് ഒക്കെ വരും. ദെൻ കൊഡീൻ അല്ലെങ്കിൽ പാരസിറ്റാമോൾ ആണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, സ്റ്റൊമക് പെയിൻ, നോസിയ, വോമിറ്റിംഗ്. ദെൻ
റെയർ ആയിട്ട് വരുന്ന സൈഡ് എഫക്റ്റ്, ഈ കൊടീൻ്റെ തന്നെ റെയർ ആയിട്ട് വരുന്ന സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ്? ഡിപ്പെൻഡൻസ്, അതായത് ഡ്രഗ് ഡിപ്പെൻഡൻ്റ് ആയി പോകാം, ദെൻ ടോളറൻസ് ആയി പോകാം, CNS ഡിസ്റ്റർബൻസ് ആണ്. CNS ഡിസ്റ്റർബൻസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ തന്നെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാം, ലൈക്ക് ഇമ്പയർഡ് അലേർട്ട്നെസ് വരെയും വരാം. ദെൻ മെറ്റോക്ലോപ്രമൈഡ് വരുമ്പോൾ സെയിം ലൈക്ക് CNS ഡിസ്റ്റർബൻസ്, ഇമ്പയർഡ് അലേർട്ട്നെസ് ആൻഡ് ടാർഡീവ് ഡിസ്കൈനേഷ്യ, അത് റെയർ ആണ്. ഓക്കെ, സോ എപ്പോഴും ഒരേപോലെ സൈഡ് എഫക്റ്റ്, ലൈക്ക് നമുക്കറിയാം GI അപ്സെറ്റ് ഇൻ ദ സെൻസ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അപ്സെറ്റ് ആണ്. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അപ്സെറ്റിൻ്റെ അണ്ടറിൽ തന്നെ മിക്കപ്പോഴും വരുന്നതാണ് എന്ത്? കോൺസ്റ്റിപ്പേഷൻ, സ്റ്റൊമക് പെയിൻ, നോസിയ, വോമിറ്റിംഗ്. അങ്ങനെ ഒരുപോലെ വരുന്ന സൈഡ് എഫക്റ്റ് വരുന്ന മെഡിസിൻ അറ്റ്ലീസ്റ്റ് അത് നിങ്ങൾ ആ പോയിന്റ് കമ്പൈൻ ചെയ്ത് എഴുതാൻ നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, ആൻഡ് ഇവിടെ കൊഡീൻ ആൻഡ് മെറ്റോക്ലോപ്രമൈന് CNS ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇവൻ അത് മെറ്റോക്ലോപ്രമൈന് റെയർ ആണെങ്കിൽ കൂടെയും അത് വൺ ഓഫ് ദ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് രണ്ടും കമ്പൈൻ ചെയ്ത് എഴുതാം. ഓക്കെ, ആൻഡ് അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഡ്രഗ് ഇൻഫർമേഷൻ, ഡിസ്ചാർജ് ടൈമിലുള്ള മെഡിസിൻ, അഡ്മിഷൻ ടൈമിലുള്ള മെഡിസിൻ ഇറ്റ്സ് സെമി റെലവൻറ്റ്, ബട്ട് നമുക്ക് അപ്പോൾ വേണമെങ്കിൽ എഴുതാം, വേണ്ടെങ്കിൽ എഴുതണ്ട, കാരണം ഡിസ്ചാർജ് ടൈമിൽ ആ സെയിം മെഡിസിൻ വരുന്നുണ്ട്. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് സോഷ്യൽ ഹിസ്റ്ററി. പേഷ്യൻറ്റിൻ്റെ സോഷ്യൽ ഹിസ്റ്ററി, പേഷ്യൻറ്റിൻ്റെ മകൾക്കാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്, അതെപ്പോഴും നമുക്ക് ഓർമ്മ വേണം. ഒരു മകളോട് അമ്മയുടെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അല്ലേ, അതുകൊണ്ട് തന്നെ സോഷ്യൽ ഹിസ്റ്ററിക്ക് ഇവിടെ ഒരു റെലവൻസും ഇല്ല, നമുക്കത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. ചുമ്മാ നന്നായി വായിച്ച് നോക്കാം. പേഷ്യൻ്റ് നോർമലി ലീവ്സ് അലോൺ, പേഷ്യൻ്റ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഡിസ്ചാർജിൻ്റെ സമയത്ത് ഡോക്ടറുമായിട്ടാണ്. പേഷ്യൻ്റ് ഒരു നോൺ ഡ്രൈവറാണ്. പേഷ്യൻ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി മകളോട് പറഞ്ഞിട്ട് ഈ ഒരു പേഷ്യൻ്റ് മകളുടെ ഒപ്പം ആണെന്ന് മകളോട് നമ്മൾ വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് സോഷ്യൽ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. മനസ്സിലായോ? ദെൻ അടുത്തത് റെലവൻറ്റ് ഹിസ്റ്ററി ഫോർ സർജിക്കൽ പ്രൊസീജിയർ, അതായത് എന്തുകൊണ്ടാണ് പേഷ്യൻറ്റിന് ഈ ഒരു ഫ്രാക്ചർ സർജറി ചെയ്തത്. ഓക്കെ, പേഷ്യൻ്റെ പാരാമീറ്റർ ലൈക്ക് ഹൈറ്റ്, വെയ്റ്റ്, BMI തന്നിട്ടുണ്ട്. നോൺ റെലവൻറ്റ് അല്ലേ, എന്തിനാണ് നമ്മൾ ഇത് പറയുന്നത്? എനിവേ ദർ ഈസ് നോ പോയിന്റ് വിത്ത്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് വെച്ച് പേഷ്യൻറ്റിൻ്റെ മകൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പേഷ്യൻ്റ് നോൺ സ്മോക്കറാണ്, അത് അവർക്കറിയാം. പേഷ്യൻ്റ് ഡെഞ്ചർ യൂസ് ചെയ്യുന്നുണ്ട്, അതും അവർക്കറിയാം. ദെൻ പേഷ്യൻ്റ് GORD ഉണ്ട്, അവർക്കറിയാം. ഹൈപ്പർ കൊളസ്ട്രോളീമിയ ഉണ്ട്, അറിയാം, കാരണം അതിൻ്റെ മെഡിസിൻ ആണല്ലോ അട്രോവാസ്റ്റൈൻ. ഇവർ എടുക്കുന്ന സാൻഡാക്കും ലിപ്പിറ്ററും ഓൾറെഡി പേഷ്യൻ്റ് വർഷങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്, അപ്പോൾ അത് അവർക്കറിയാമല്ലോ. ഇതുകൊണ്ട് തന്നെ നമുക്ക് ആ പോയിന്റ് ഇവിടെ ആവശ്യമില്ല. ദെൻ ഇനി വരുന്നത് ഇവർ അഡ്മിറ്റായ ദിവസം തൊട്ടുള്ള ഓരോ ഹിസ്റ്ററിയാണ്. 11 ജൂലൈ 2018 ഡേറ്റ് നോക്കുമ്പോൾ, അതായത് 2:45 ഉച്ച സമയം തൊട്ട് 5:30 വരെയുള്ള ആ ദിവസം 11-ാം തീയതി 2:45 തൊട്ട് 5:30 വരെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. 2:45 PM patient brought to emergency department by ambulance, knocked down by car in garden nursery car park, landed on bitumen, driven, failed to see her in a rear view mirror, reversed into her, not run over, fell on right side on femur. ഇതൊരു ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിവേ പേഷ്യൻ്റ് സർജറി കഴിഞ്ഞു, പേഷ്യൻ്റ് നമ്മൾ ഡിസ്ചാർജ് ആക്കുവാണ്. പേഷ്യൻ്റ് എന്തിനാണ് അഡ്മിറ്റ് ചെയ്യുന്നത് പേഷ്യൻ്റെ മകൾക്ക് അറിയാം, അതുകൊണ്ട് തന്നെ ഇതിവിടെ വേണ്ട. പ്രസൻറ്റിങ് സിംറ്റം പെയിൻ, ഡിഫിക്കൽട്ടി സ്റ്റാൻഡിങ് ഓൺ ഓർ വാക്കിംഗ്, നമുക്ക് വേണമെങ്കിൽ ഇതൊരു സെമി റെലവൻ്റ് ആയിട്ട് അത് കണക്കാക്കാം. പേഷ്യൻ്റ് പെയിൻ ഡിഫിക്കൽട്ടി ആണ്, ഫ്രാക്ചർ ആണ്. പേഷ്യൻ്റ് സീൻ ബൈ 3 മണിക്കുള്ള പേഷ്യൻ്റെ നോക്കുമ്പോൾ പേഷ്യൻ്റ് സീൻ ബൈ ഡോക്ടർ ഹൊഗാത്ത്, പെയിൻ റിലീഫ്, പെത്തലിൻ കൊടുത്തു, എക്സ്റേ ഓഫ് അഫക്റ്റഡ് ഫീമർ എടുത്തു, ആൻറ്റീരിയർ പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ വ്യൂസ്, റിപ്പീറ്റ് ഫിലിം വിത്ത് ഹിപ്പ് അറ്റ് 50 to 20 degree, internal rotation, then MRI എടുത്തു. ഓക്കെ, 3 PM അപ്പോൾ MRI എടുത്തു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്താ, ഇതെല്ലാം ഓൾറെഡി കൺഫേം ചെയ്തു ഫ്രാക്ചർ ആണ് അല്ലേ, പിന്നെ നമ്മളത് എന്തിനാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്. 5:30 PM വരുമ്പോൾ ട്രാൻസ്ഫർ ടു വാർഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. പേഷ്യൻ്റെ സർജറി ബുക്ക് ചെയ്തു. 12 ജൂലൈ ആണ്, അതുകൊണ്ട് തന്നെ മോർണിംഗ് ഓൺവേർഡ്സ്, മിഡ് നൈറ്റ് ഓൺവേർഡ്സ് പേഷ്യൻ്റ്
നിൽ ബൈ മൗത്താണ്. പ്രിപ്പയർ ചെയ്തു ഫുൾ സർജറിക്ക് വേണ്ടി. അതിൻ്റെ ഭാഗമായിട്ട് ജനറൽ ഇൻവെസ്റ്റിഗേഷൻ, പ്രീ ഓപ്പറേറ്റീവ് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം നടത്തി, ലൈക്ക് ബ്ലഡ് ടെസ്റ്റ് എല്ലാം എവറിത്തിങ് കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങളൊരു ഫാർമസിസ്റ്റാണ്, നിങ്ങൾക്ക് പേഷ്യൻറ്റിനോട് പറയാനുള്ള, അതായത് നിങ്ങളുടെ പർപ്പസ് എന്ന് പറയുന്നത് വെരി ക്ലിയർ ആണ്. എന്താണ് നിങ്ങളുടെ പർപ്പസ്? ഈ മെഡിസിൻ്റെ, അതായത് പേഷ്യൻറ്റിൻ്റെ മെഡിസിൻ റെജീം എന്താണെന്ന് പറയുക, അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് അറിഞ്ഞിരിക്കേണ്ട അഡ്വേഴ്സ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് പറയുക, എപ്പോഴാണ് മെഡിക്കൽ അഡ്വൈസ് എടുക്കേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് അറിയേണ്ടത്. ഈ ഒരു പോയിന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റുകൾ മാത്രം ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ആ പോയിന്റുകളാണ് ഇവിടെ റെലവൻ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 11-ാം തീയതിയിലെ പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. ഇത് നമുക്ക് വേണ്ടെന്ന് വെക്കാം. ഓക്കെ, ഇനി 12-ാം തീയതി വരുമ്പോഴത്തേക്കും ഓപ്പൺ ഡിഡക്ഷൻ ഇൻറ്റേർണൽ ഫിക്സേഷൻ ആണ് ചെയ്തത്. GA ഗിവൻ, ഇൻഡക്ഷൻ, ലൈക്ക് പ്രൊപ്പഫോൾ ആൻഡ് ഈ മെഡിസിനെ കൊടുത്തു. ഫെൻറ്റനൈൽ, മിഡാസോളം, സീറ്റോമെത്തോണിയം, ഒണ്ടാസെട്രോൺ, വൊമിറ്റിങ്ങിന് അതെല്ലാം കൊടുത്തു. അത് സർജറിയുടെ ഭാഗമായിട്ട് കൊടുത്തു. ദെൻ ഹെപ്പാരിൻ, ത്രോംബസ് പ്രിവെൻഷന് വേണ്ടി ഹെപ്പാരിൻ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. IV ആൻറ്റിബയോട്ടിക് പ്രൊഫൈലാക്സിസ് പോലെ സെഫസോളിൻ 2 gram IV 8 hourly for 24 hours പോസ്റ്റ് സർജറി കൊടുത്തു. ഇമ്മൊബിലൈസ്ഡ് ആണ്, സ്പൈക്ക് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇതും സർജറിക്ക് ശേഷം അപ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി കൊടുത്ത മെഡിസിനാണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി കൊടുത്ത മെഡിസിനും ഇവിടെ നമുക്ക് പേഷ്യൻറ്റോട് പറയണ്ട. ഇപ്പോൾ പേഷ്യൻ്റ് ഓക്കെ ആണ്, പേഷ്യൻ്റ് ഡിസ്ചാർജായി. അപ്പോൾ നമുക്ക് ആ ഡിസ്ചാർജിന് സപ്പോർട്ട് ചെയ്യുന്ന, ഇനി ഡിസ്ചാർജിന് ശേഷം എന്തൊക്കെ മെഡിസിൻ എടുക്കണം, ഡിസ്ചാർജിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പോയിൻറ്റ്സ് മാത്രം നമുക്ക് ഈ ലെറ്ററിൽ മതിയാകും. ഓക്കെ, ഇനി അടുത്തത് പോസ്റ്റ് ഓപ്പ് വരുമ്പോഴത്തേക്കും പ്രഷർ സോർ പ്രിവെൻഷൻ ആൻഡ് കെയർ ഓഫ് പ്രഷർ ഏരിയ, വൂണ്ട് കെയർ, പെയിൻ റിലീഫ് മെഡിസിൻ കൊടുക്കുന്നുണ്ട്. ഫ്ലൂയിഡ് ബാലൻസ് ആൻഡ് ബ്ലഡ് ഫ്ലോസ് മോണിറ്റർ ചെയ്തു. പോസ്റ്റ് ഓപ്പ് മാനേജ്മെൻറ്റിൽ IV ഫ്ലൂയിഡ്സ് കൊടുത്തു, ന്യൂട്രീഷൻ മാനേജ്മെൻറ്റ് ചെയ്തു, ഓറൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് കൊടുത്തു, ത്രോംബസ് പ്രിവെൻഷൻ ചെയ്തു. അതായത് ലോ ഡോസ് ലോ മോളിക്കുലാർ വെയ്റ്റ് ഹെപ്പാരിനും കംപ്രഷൻ സ്റ്റോക്കിങ്ങുമാണ് നമ്മൾ ത്രോംബസ് പ്രിവെൻഷന് വേണ്ടി ചെയ്തത്. ആൻഡ് ലോവർ ലിംബ് സർക്കുലേഷൻ ആൻഡ് സെൻസേഷൻ മോണിറ്റർ ചെയ്തു. ദെൻ എയർലി മൊബിലൈസേഷൻ ട്രൈ ചെയ്തു. വെയ്റ്റ് ബിയറിംഗ് ഓൺ ഇൻജേർഡ് ലെഗ്. ഇത്രയും കാര്യങ്ങൾ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ചെയ്തു. ഇനി പേഷ്യൻ്റ് 24th ആയപ്പോഴത്തേക്കും റീഹാബിലിറ്റേഷൻ യൂണിറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. വേണമെങ്കിൽ ഈ പോസ്റ്റ് ഓപ്പ് ഡീറ്റെയിൽസ് വളരെ ഷോർട്ടായി സമ്മറൈസ് ചെയ്ത് ഒരു 1 line or 2 ലൈനിൽ ഒതുക്കുന്ന രീതിയിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി പേഷ്യൻ്റ് ഫ്ലൂയിഡ് ബാലൻസിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ ത്രോംബസ് പ്രിവെൻഷന് വേണ്ടി അത് ഇനിഷ്യേറ്റ് ചെയ്തു. അത് മാത്രമേ ഡിസ്ചാർജിന് ശേഷം കണ്ടിന്യൂ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമുക്കത് മാത്രം ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ പ്രഷർ സോർ പ്രിവെൻഷന് വേണ്ടി പോയിൻ്റ് ഔട്ട് ചെയ്യാം. കാരണം നമ്മൾ എന്തായാലും ഇനി പ്രഷർ സോറൊക്കെ നോക്കണമല്ലോ. അത് 8 August 2018 ഡിസ്ചാർജ് പറഞ്ഞു. പേഷ്യൻ്റ് ഡിസ്ചാർജിന് പോവുകയാണ്. പക്ഷേ 22-ന് മാത്രമേ കാസ്റ്റ് റിമൂവ് ചെയ്യുള്ളൂ. അത് നമുക്ക് എന്തായാലും പറയണം മകളോട്. കാരണം മകളാണല്ലോ അമ്മേനെ ഇനി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരേണ്ട, അത് പറയണം. അത് ഈ കാര്യങ്ങൾ ലെറ്ററിൽ എഴുതണം. അതുപോലെ ഹെപ്പാരിൻ ഇനി എപ്പോഴാണോ അമ്മ നടക്കുന്നത് അതുവരെ ഈ ഹെപ്പാരിൻ, അതായത് പേഷ്യൻ്റ് എപ്പോഴാണോ മൊബൈലാകുന്നത് സ്റ്റിൽ ഹെപ്പാരിൻ നീഡ് ടു ബി കണ്ടിന്യൂ. ആ ഹെപ്പാരിൻ അതുവരെ കണ്ടിന്യൂ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് റെലവൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റെലവൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, ചുരുക്കത്തിൽ റെലവൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഈ 8th പോയിൻറ്റ്സും ആൻഡ് സമ്മറി ഓഫ് ഈ ഇതും പോസ്റ്റ് ഓപ്പിലെ പോയിൻറ്റ്സും, പിന്നെ വരുന്നത് ഡിസ്ചാർജിലെയും ഡ്രഗ് ഇൻഫർമേഷനും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റെലവൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ലെറ്ററിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ റെലവൻറ്റ് പോയിൻറ്റ്സ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് തന്നെ ഈ റെലവൻറ്റ് പോയിൻറ്റ്സ് വെച്ച് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് ലെറ്റർ എഴുതുന്നത്. ലെറ്റർ എഴുതാൻ നേരത്ത് നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ എഴുതണം, ആൻഡ് ബോഡി പാരഗ്രാഫ് എഴുതണം, ആൻഡ് കൺക്ലൂഷൻ എഴുതണം. നമുക്കറിയാം വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 180 to 200 ആണ്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് കമ്പൽസറി. ഇത് ഒരിക്കലും കമ്പൽസറി ആണെന്ന് പറയുന്നില്ല. നിങ്ങൾ ഈ റെലവൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്
180 കുറഞ്ഞു, പക്ഷേ എല്ലാ റെലവൻറ്റ് പോയിൻറ്റും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒരു പോയിൻറ്റും മിസ് ചെയ്തിട്ടില്ല, ഒരു ആവശ്യമില്ലാത്ത ഇറലവൻറ്റ് പോയിൻ്റ് ഒന്നും നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ്സ് ഓക്കെ. ഇനി അത് 200 എബോ ഇവൻ 220 ആയാലും ദാറ്റ്സ് ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. ആൻഡ് ഈ ലെറ്റർ എഴുതേണ്ടത് ഇതുപോലെ ഒരു റൂൾഡ് പേപ്പറിലായിരിക്കും എക്സാമിന് നിങ്ങൾ ലെറ്റർ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് OETയുടെ ലെറ്റർ ആസ് എ ഫാർമസിസ്റ്റ് നിങ്ങൾ എഴുതേണ്ടതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ആൻഡ് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. പെട്ടെന്ന് അടുത്ത വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്താൽ പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.